ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് VSSCയിൽ നടന്ന പരിശോധനയുടെ ഫലം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടത് വിശദമായി പരിശോധിക്കുമ്പോൾ ആശയക്കുഴപ്പം SITക്ക് മുന്നിൽ നിഴച്ചു നിൽക്കുകയാണ്. ലഭിച്ച റിപ്പോർട്ടിലെ ശാസ്ത്രജ്ഞരുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്ന നിലയിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കേസിന് ബലമാകാത്ത വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ സുപ്രധാനമായ വിവരം നൽകുകയാണ്. ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകുന്നതിനും വലിയ ആശയക്കുഴപ്പം തുടരുകയാണ്. കുറ്റപത്രം വൈകുന്നതിന് പ്രധാന കാരണമാകുന്നതും PSCയിലെ റിപ്പോർട്ടിലെ വ്യക്തതക്കുറവാണ്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, PSCയിലെ റിപ്പോർട്ടിലെ വ്യക്തതക്കുറവ് അതെങ്ങനെയാണ്? ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ ശാസ്ത്രജ്ഞ മൊഴിയിലുള്ളത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിന്റെ ശാസ്ത്രീയത എന്താണ്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി പ്രതീക്ഷിച്ചിരുന്നത് VSCയിൽ നടത്തിയ പരിശോധനയാണ്. ആ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ടാണ് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത്. ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കടത്തിക്കൊണ്ടുപോയ ഉരുപ്പടികൾ അത് ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്ത് തട്ടിയെടുത്തതാണോ, അതല്ല ആ പാളികൾ അപ്പാടെ മാറ്റി അതിന് പകരം പുതിയ ചെമ്പ് പാളിയിൽ ഈ സ്വർണം പൂശിക്കൊണ്ടുവന്നതാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള തീർപ്പായിരുന്നു VSCയിൽ നിന്ന് ലഭിക്കേണ്ടത്. അത് സംബന്ധിച്ചൊരു അന്തിമമായ തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VSCയിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം അത് സീൽഡ് കവറിലാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അത് പരിഗണിച്ച ശേഷം ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഈ സ്വർണ്ണപ്പാളികൾ മുഴുവൻ മാറ്റി പുതിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നു എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ളൊരു പരിശോധനാ ഫലമാണ്. മാത്രമല്ല അത് സാങ്കേതികവും കൂടുതൽ സങ്കീർണവുമാണ് പരിശോധനാ ഫലം. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആ മൊഴി എടുത്തപ്പോഴാണ് ഇത് പഴയ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും അതിൽ സ്വർണം ഉരുക്കി അതിൽ ഈ പുതിയതായിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യത കൂടി ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് പാളികൾ മാറ്റിയതാണോ അതോ പഴയ പാളികളാണോ എന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊരു ആശയക്കുഴപ്പമാണല്ലോ ഇപ്പോൾ കേസിൽ വളരെ നിർണായകമായി മാറുക ഇത്തരം ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ വിദഗ്ധർ ശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ അവരുടെ നിലപാട് വളരെ പ്രധാനമായി കേസിൽ മാറും. പക്ഷേ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന കാര്യത്തിൽ നമുക്കോ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നവർക്കോ ഒന്നും ഒരു സംശയവുമില്ല. ഇത് കേസിനെ എങ്ങനെ ബാധിക്കും? കുറ്റപത്രം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ പ്രശ്നം മറികടക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത SITക്കുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ VSCയിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവിടെ സന്നിധാനത്ത് നിലവിലുള്ള ദ്വാരപാലക പാളികൾ അടക്കമുള്ളവ ചെയ്തിരിക്കുന്നത് നിക്കൽ കോട്ടിംഗ് ചെയ്ത ശേഷം അതിൽ സ്വർണം വളരെ കുറഞ്ഞ അളവിൽ സ്വർണം പൂശുക എന്നുള്ളൊരു പ്രക്രിയയാണ്. കാരണം അതായത് ഈ ചെമ്പുപാളികളിൽ നിക്കൽ കോട്ടിംഗ് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വളരെ കുറച്ച് സ്വർണം മതി ഈ സ്വർണം പൂശലിന് വേണ്ടി ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സ്വർണം ഉപയോഗിച്ച് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പഴയ പാളിയിലാണോ ഇത് ചെയ്തിരിക്കുന്നത് അതോ പുതിയതായി ചെമ്പുപാളിയിലാണോ എന്നുള്ളിടത്താണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. അത് സംബന്ധിച്ചുള്ളൊരു തീർപ്പിലേക്ക് എത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഏതായാലും ഈ നഷ്ടപ്പെട്ട സ്വർണം ഇതുവരെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറ്റപത്രം നൽകാനും കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റപത്രം വൈകുന്നത് സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഒരു പ്രതി ഇപ്പോൾ പുറത്തിറങ്ങി സ്വാഭാവിക ജാമ്യം ലഭിച്ച് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പ്രധാന പ്രതികൾ ഈ കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കാത്ത പഴുതുപയോഗിച്ചുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. SIT എന്ത് നിലപാടെടുക്കും? ഹൈക്കോടതിയുടെ വിമർശനം ഉൾപ്പെടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ SIT പോവുകയാണ്. പകൽ പോലെ വ്യക്തമായ ആ കൊള്ളയിൽ സാങ്കേതികമായ കാരണങ്ങളാൽ പ്രതികൾക്ക് അനുകൂലമായി ചിലത് സംഭവിക്കും. ആനുകൂല്യം ലഭിക്കുമോ? നിയമത്തിന്റെ പഴുത് അവർക്ക് തുണയായി മാറുമോ എന്ന കാര്യത്തിലുള്ള സംശയങ്ങളിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വേണം ഉത്തരമുണ്ടാകാൻ.